റിയാലിറ്റി, അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു നിങ്ങൾക്കറിയാം. അപ്പൊ തൊട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷേ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് പോവാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നമുക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എന്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നു. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15 തുടങ്ങാൻ പോവാണ്. അപ്പം അത് ഒരുപക്ഷെ വെൽക്കം മിസ്റ്റർ റോണി. അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. ഇപ്പം മെയ് 15 ഷൂട്ട് തുടങ്ങുകയാണ്. ആട് 1ലും 2ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നെഗറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളുണ്ടാവും. അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ക്രിസ്മസ് കുറിക്കാനുള്ള പരിപാടികളാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ കൂടെ അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. ആസ് ഓഫ് നൗ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ. നമുക്ക് പണം പൊട്ടി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പൊ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കിളവുമായിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ ഉറപ്പായിരുന്നു ഒരു 3-ാം ഭാഗം സംഭവിച്ചേ മതിയാവും. ഒരു ട്രിലജിയായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. രാവിലെ ഇന്നലെയാണ്, ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതില് ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിനും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ, എയർപോർട്ട് അടയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്. എന്നാൽ വളരെ ചെറിയൊരു ചടങ്ങ് വെക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞ മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വെക്കാം. അപ്പൊ ഞാൻ മ്യൂസിക് ലോഞ്ചിന്റെ സമയമായിട്ട് പറയാലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് ആയിട്ട് വെക്കാം. ഇതെല്ലാം വളരെ
കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ, ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ് തന്നെ. ഇന്നലെ ഈവനിങ് ആണ് എന്നാ ആംഗ്രി ആയിട്ട് സിദ്ധാർത്ഥ എന്നെ വിളിച്ചു. സിദ്ധാർത്ഥനെ വിളിച്ചപ്പോ എന്ത് പ്രോഗ്രാം എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ആട് 3D എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാര് വിചാരിച്ചത് 3D-ലാണ്. അതുകൊണ്ടാണ് ആടി അല്ല, ഇത് ആട് 3. അപ്പം ആട് 3D-ല് അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എന്റർടൈനർ ആണ്. അപ്പം നമുക്ക് അതില് ഒരു 3D ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിന്റെ ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റഡ് എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിന്റെ കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്നൊരു ഇതുണ്ട്, സാർ ഇത് ഇവിടെയൊക്കെ നിൽക്കത്തില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇതിവിടെയൊക്കെ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഷിബു എന്തായി, ഷിബുന്റെ കോൾ വരുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മാനുവൽ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓഡിയൻസിന്റെ ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എവൈറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ, ഞാനിപ്പോ വെളിയിൽ പോവാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് തിരിയുന്നവരാണ്. ഒരു ഊബറിൽ കയറിയ ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ വേറെ ഒരു കാര്യം അവർക്ക് അറിയണ്ട. എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ വേൾഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇയാളോട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആട് 3 എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന് ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്.